13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി കൂട്ടുകാരോടൊപ്പം ചേർന്ന് മുത്തശ്ശനെ കൊന്ന വാർത്തയാണ് നമ്മൾ 2 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നത്. 13 വയസ്സുകാരിയാണ്. ഞാൻ ആലോചിക്കുകയാണ്, കൗമാരക്കാരിയായ ലോകത്തെ കൗതുകമുള്ള കണ്ണുകളോടെ കാണേണ്ടുന്ന, ലോകത്തോട് മുഴുവൻ സ്നേഹമോ കൗതുകമോ തോന്നേണ്ടുന്ന ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടി കൊലപാതകയാകുന്നു. ആ ക്രിമിനൽ ആക്ടിനെ കുറിച്ചിട്ടല്ല നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വയലൻസിലേക്ക്, ക്രൂരതകളിലേക്ക്, ക്രിമിനൽ മൈൻഡിലേക്ക് മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ പറ്റിയിട്ടല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ആലോചിക്കുന്നത്, 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി എന്തുകൊണ്ടാണ് തൻ്റെ മുത്തശ്ശൻ കൊല ചെയ്യപ്പെട്ടു എന്ന് വീഡിയോ കോളിൽ കണ്ട് സന്തോഷിക്കുന്ന വിധത്തിൽ, മുത്തശ്ശൻ മരിച്ചു കിടക്കുന്ന വീട്ടിൽ നിന്ന് യൂണിഫോം ഇട്ടുകൊണ്ട് ഓണപരീക്ഷ എഴുതാൻ നിർബന്ധമായി എനിക്ക് പോകണം എന്ന് വാശി പിടിച്ചുകൊണ്ട് പോലീസുകാരുടെ മുന്നിലൂടെ ഇറങ്ങിപ്പോകും മട്ടിലേക്ക് മാറിയത് എന്നുള്ളതാണ്. ആ കുഞ്ഞിനെ നമ്മളെല്ലാവരും വിമർശിക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ നമ്മളെല്ലാവരും ഭയത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ആകരുതേ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് മലയാള മനോരമ പത്രം വായിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. അത് പ്രധാനമായും നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം, ആ കുഞ്ഞ് എങ്ങനെ ഇങ്ങനെ ആയി എന്നുള്ളതാണ്. ആ കുഞ്ഞ് എങ്ങനെ, 13 വയസ്സുകാരി എങ്ങനെ ഇങ്ങനെ ആയി എന്നുള്ളത് നമ്മൾ ഓരോ മനുഷ്യരും, ഓരോ വ്യക്തികളും ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യമാണ്. ആ കുഞ്ഞിൻ്റെ വളരെ ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. അച്ഛൻ്റെ വഴിക്ക് പോയി. അമ്മ ഗൾഫിലേക്ക് തൊഴിൽ തേടി പോവുകയും ആ കുഞ്ഞുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു വരികയും 2 വർഷങ്ങൾക്ക് മുമ്പ് അമ്മ മറ്റൊരു വിവാഹം കഴിക്കുന്നതോടുകൂടി കുഞ്ഞുമായിട്ട് പൂർണ്ണമായി അകലുകയും ചെയ്തു എന്നുള്ളതാണ് മനോരമയിൽ ഞാൻ വായിച്ചത്. അമ്മ തന്നെ വിട്ടു പോകുന്നു എന്നുള്ള ഭയം, അമ്മ തന്നിൽ നിന്ന് അകന്നു പൂർണ്ണമായി അമ്മയും താനുമായിട്ടുള്ള സ്നേഹബന്ധം ഇല്ലാതായി എന്നുള്ള ഭയം ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് പത്രത്തിൽ വായിക്കുന്നു. മറ്റൊന്ന്, ഈ കുഞ്ഞ് 3-4 സ്കൂളുകളിൽ മാറി മാറി പഠിച്ച കുട്ടിയാണ്. തൻ്റെ വീട്ടിൽ നിന്ന് തനിക്ക് കേൾക്കേണ്ടി വന്ന ശാരീരികമായ ദുരനുഭവങ്ങളെപ്പറ്റി ഈ കുഞ്ഞ് ഇതിനോടകം തന്നെ സ്കൂളിലെ ടീച്ചർമാരോട് പറഞ്ഞിട്ടുണ്ട്, പൊതുപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവളൊരു റിക്വസ്റ്റ് കൂടി ഈ സ്കൂളിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ദയവായി ഇത് പോലീസ് റിപ്പോർട്ട് ചെയ്യരുത്. കാരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ താൻ വീണ്ടും, അവൾ 4-5 വർഷം ചൈൽഡ് ഹോമിൽ ജീവിച്ച കുഞ്ഞാണ്, ചൈൽഡ് ഹോമിൽ ജീവിക്കേണ്ടി വരുമോ എന്ന ഭയം കൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യരുതെന്ന് അവൾ തന്നെ അവരുടെ അധ്യാപകരോട് പറഞ്ഞിരുന്നു നമ്മൾ വായിക്കുന്നു. അത് ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, ഇതേ കുട്ടി തന്നെ വീട്ടിൽ നിന്ന് തനിക്ക് ആഹാരം കൃത്യസമയത്ത് തരുന്നില്ല, അപ്പൂപ്പനും മറ്റും വീട്ടിൽ നിന്ന് ആഹാരം തനിക്ക് കൃത്യസമയം തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പ്രാവശ്യം വീട് വിട്ടുപോയ കുട്ടിയാണ്. ഈ കുഞ്ഞ്, ഈ 13 വയസ്സുകാരി ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് ആയിത്തീരേണ്ടത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അത് ഒരിക്കലും ക്രിമിനൽ മൈൻഡുള്ള മനുഷ്യരെ വെള്ളപൂശാൻ ഉപയോഗിക്കേണ്ടുന്ന ഒരു വാദമായിട്ടല്ല ഞാൻ പറയുന്നത്. മറിച്ച് കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ലോകത്തോട് ചിരിച്ച കണ്ണുകളോടെ ഇടപെടേണ്ടുന്ന, പഠിക്കേണ്ട, വായിക്കേണ്ട, ചിന്തിക്കേണ്ട, തർക്കിക്കേണ്ട, നൃത്തം ചെയ്യേണ്ടുന്ന, പ്രണയിക്കേണ്ട കൗമാരക്കാരിയായ ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ ഈ വയലൻസ്, ഈ ക്രൂരത എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമ്മൾ ഉറപ്പായും അന്വേഷിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. 1970കളിൽ ചൈൽഡ്ഹുഡ് അബ്യൂസീവ് എക്സ്പീരിയൻസുകളെ പറ്റി സദേൺ ഫ്ലോറിഡയിൽ ഒരു പഠനം നടക്കുന്നുണ്ട്. 17,000 ആൾക്കാരെയാണ് പഠനത്തിന് വിധേയമാക്കുന്നത്. കുഞ്ഞുനാൾ മുതൽ പഠിക്കുകയാണ് അവരെ. ആ പഠനം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ, ഈ കുഞ്ഞുനാളിൽ ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളിൽ 50% ആളുകൾ വളർന്നു വലുതാകുമ്പോൾ വയലൻ്റായിട്ടുള്ള, ഒരുപക്ഷെ ക്രിമിനൽ മനോഭാവമുള്ള മനുഷ്യരായി മാറുമെന്നുള്ളതാണ്. അങ്ങനെ ദുരനുഭവമുള്ള എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയായി മാറുമെന്നുള്ളതല്ല. മെച്ചപ്പെട്ട സാമൂഹിക ജീവിതം ലഭിക്കുന്ന, മെച്ചപ്പെട്ട മനുഷ്യരെ കൂട്ടുകാരായി കിട്ടുന്ന, മെച്ചപ്പെട്ട സ്ഥലങ്ങളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക് മാറുന്ന കുഞ്ഞുങ്ങൾ ഉറപ്പായി രക്ഷപ്പെടും. പക്ഷെ അങ്ങനെ അല്ലാത്ത മനുഷ്യർ ദുരനുഭവങ്ങളിലൂടെ, അബ്യൂസിലൂടെ, ടോക്സിക് ബന്ധങ്ങളിലൂടെ, വീട്ടിലെ അപമാനങ്ങളിലൂടെ, വയലൻ്റ് ആയിട്ടുള്ള, താൻ വയലൻസിന് വിധേയമാക്കേണ്ട ഒരാളാണെന്ന ബോധം നിർമ്മിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ഉറപ്പായും വയലൻ്റായ മനുഷ്യരായി മാറാൻ, ക്രിമിനൽ മെന്റാലിറ്റിയുള്ള മനുഷ്യരായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നാ പഠനം പറയുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോവണ്ട. ഗുഡ് വിൽ ഹണ്ടിങ് എന്ന് പറയുന്ന ലോകം മുഴുവൻ കണ്ട 1997 ഇറങ്ങിയ സിനിമയിലെ നായകനായ വില്ലിനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അവൻ കുഞ്ഞുനാളിൽ രണ്ടാനച്ഛനാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട കുഞ്ഞാണ്. സ്നേഹിച്ചവർ ഉപേക്ഷിച്ചു പോയ കുഞ്ഞാണ്. അപമാനിക്കപ്പെട്ട കുഞ്ഞാണ്. ഓരോ തവണ തല്ലുകൊള്ളുമ്പോഴും, ഓരോ തവണ ഇരയാക്കുമ്പോഴും, ഇരയാക്കുന്ന ആൾ നീ ഇരയാക്കപ്പെടേണ്ടവനാണ്, നീ തല്ലുകൊള്ളേണ്ടവനാണെന്ന് ഓർമ്മിപ്പിച്ച ആളാണ്. അവൻ വളർന്നു വലുതാകുമ്പോൾ, അവനൊരു ഏതെങ്കിലും മെച്ചപ്പെട്ട ഒരു ശരീരഭാഷയുള്ള ഒരുവനാകുമ്പോൾ, അവൻ വിദ്യാഭ്യാസം കിട്ടുന്ന ഒരുവനാകുമ്പോൾ, അവൻ ലോകത്തോട് മുഴുവൻ തലതെറിച്ചവനായി, ലോകത്തോട് മുഴുവൻ വയലൻ്റായി ഇടപെടുന്നവനായി, തന്നെ സ്നേഹിക്കാൻ ഒരു മനുഷ്യൻ വന്നാൽ അയാളെപ്പോലും അവിശ്വാസത്തോടെ നോക്കുന്ന ഒരുവനായി മാറുന്നുണ്ട്. അവനൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് അവൻ്റെ ഈ കുട്ടിക്കാലം പറയുമ്പോഴാണ് അവൻ്റെ ഭൂതകാലത്തിൽ ഉണങ്ങാത്ത മുറിവുകൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത്. വിനോദയാത്രയിലാണെന്ന് തോന്നുന്നു ഇന്നസെന്റ് ഇങ്ങനെ പറയുന്നുണ്ട്, പണ്ട് കാലത്ത് നമ്മളെ വേദനിപ്പിച്ച ഒരുപാട് അനുഭവങ്ങളും പിൻകാലത്ത് ആലോചിക്കുമ്പോൾ ചിരിച്ച് നമുക്ക് നിസ്സംഗതയോടെ കടന്നു പോകാൻ പറ്റുമെന്ന്. പക്ഷേ കുഞ്ഞുങ്ങൾ കേൾക്കുന്ന ക്ഷതങ്ങൾ
മനഃശാസ്ത്രപരമായി കുഞ്ഞുങ്ങൾ കേൾക്കുന്ന വേദനകൾ, അത് വയലൻസ് ആകട്ടെ, സെക്ഷൽ അബ്യൂസ് ആകട്ടെ, ഇമോഷണലും സൈക്കോളജിക്കലുമായിട്ടുള്ള വയലൻസ് ആകട്ടെ, അവർ ഒരിക്കലും ആ മുറിവുകൾ അവസാനിപ്പിക്കാൻ കഴിയുന്നവരായി വളരുന്നില്ല എന്നുള്ളതാണ്. അവരിൽ ഭൂരിഭാഗം പേരും വളർന്നു കഴിഞ്ഞാലും ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും ഏത് നിമിഷവും അതേ മുറിവിൽ അതേ ആവേഗത്തിൽ ജീവിക്കാൻ, പുനർജീവിക്കാൻ, റീലീവ് ചെയ്യാൻ വിധിക്കപ്പെട്ടവരായിരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ തമിഴിലെ ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ സിനിമകളിൽ ഒന്നാണ് സൈക്കോ എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമയിലെ നായകൻ അങ്കുലിമാല സ്ത്രീകളെയും മനുഷ്യരെയും ക്രൂരമായി ഉപദ്രവിക്കുന്നവനാണ്. ക്രൂരമായി ഉപദ്രവിക്കുമ്പോൾ തന്നെ അവൻ്റെ പാസ്റ്റിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. അവൻ്റെ കുട്ടിക്കാലം നമ്മൾ കാണുന്നു. അവൻ അനാഥാലയത്തിൽ വളർന്നവനാണ്. അവൻ കുട്ടിക്കാലത്തിൻ്റെ കൗമാരത്തിൻ്റെ കൗതുകം കൊണ്ട് സ്വയം ഭോഗം ചെയ്യുന്നത് കാണുന്ന അവൻ്റെ അധ്യാപിക അവനെ ഒരു മനുഷ്യനാണെന്ന പരിഗണന, ഒരു കുഞ്ഞാണെന്ന പരിഗണനയില്ലാതെ ക്രൂരമായി പീഡിപ്പിക്കുന്നുണ്ട്, ക്രൂരമായി വയലൻസിന് വിധേയനാക്കുന്നുണ്ട്. ഒരു ദിവസം 60 അടി വെച്ച്, ഒരു വർഷം 60 അടി വീതം ഞാൻ ഇവന് കൊടുത്തു എന്ന ടീച്ചർ ഓർമ്മിക്കുന്നുണ്ട്. ആ കുഞ്ഞെവിടെയാണ് എത്തിച്ചേരുന്നത്? നിരന്തരം അപമാനിക്കപ്പെട്ട, ആരും സ്നേഹിക്കാനില്ലാതെ, എല്ലാവരും നീ കൊള്ളാത്തവനാണെന്ന് പറഞ്ഞ അനുപാതരഹിതമായ ഒരു കുഞ്ഞ് ചെയ്ത തെറ്റിന്റെ അനുപാതം ഒന്നും നോക്കാതെ ശിക്ഷിക്കപ്പെട്ട ആ കുഞ്ഞ് എവിടെയാണ് എത്തിച്ചേരുന്നത്? അവൻ ലോകത്തോട് മുഴുവൻ വിദ്വേഷമുള്ളവനായി, ക്രിമിനൽ മൈൻഡ് ഉള്ളവനായി, അവൻ വളർന്നു കഴിയുമ്പോൾ അവൻ കടന്നുപോയ നിസ്സംഗതയെ, നിസ്സഹായതയെ അവൻ വയലൻസായി പരിവർത്തനപ്പെടുത്തുന്ന ഒരുവനായി മാറുന്നു. ആ സിനിമയിലെ ഡാഗിനി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ മുന്നിൽ വയലൻസ് കാണിക്കുന്ന അതേ നിമിഷം ഇവന്റെ ഉള്ളിലെ കുഞ്ഞ് പഴയ ടീച്ചറിന്റെ മുന്നിൽ കേണപേക്ഷിക്കുന്നത് പോലെ അവളുടെ മുന്നിൽ കൈകൂപ്പി കരയുന്നുണ്ട്. എന്നെ പണിഷയല്ലേ, എന്നെ വേദനിപ്പിക്കല്ലേ, എന്നെ മുറിവേൽപ്പിക്കല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, മുതിർന്ന ഒരാളുടെ ഉള്ളിൽ പോലും ഇത്രമേൽ വയലൻസ് ജനിപ്പിക്കാൻ, ഇത്രമേൽ ഭയം ജനിപ്പിക്കാൻ അവൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ കുട്ടി ഇവോൾവ് ചെയ്യുന്ന ഏതൊരു കാലഘട്ടത്തിലും അവൻ്റെ ഉള്ളിൽ, അവളുടെ ഉള്ളിൽ ക്രിമിനൽ മൈൻഡ്, വയലൻസ്, അതാണ് ശരി എന്ന തോന്നലുണ്ടാക്കാനുള്ള സാധ്യത. 3 കാര്യങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഒന്ന്, ഈ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഏത് വാക്കുകളുമായിട്ടാണ് ചേർത്ത് വയ്ക്കപ്പെടുന്നത്? സ്നേഹം, പരിഗണന, ശ്രദ്ധ, ഇഷ്ടം എന്നീ വാക്കുകളുമായി ചേർത്ത് വെക്കാൻ കഴിയുന്ന അനുഭവങ്ങളൊന്നും നമ്മൾ ഈ പറഞ്ഞ 13 വയസ്സുകാരിക്കില്ല. അവൾക്കുള്ള അനുഭവങ്ങൾ ഭയം, പേടി, വേദന, ഇരയാക്കപ്പെട്ടതിൻ്റെ നിസ്സഹായത, ഒരുപക്ഷെ എല്ലാം സഹിക്കുന്നതിൻ്റെ സ്ട്രെസ്, ഇത്തരം അനുഭവങ്ങളാണ് അവൾക്കുള്ളത്. സ്വാഭാവികമായും ഈ കുഞ്ഞ് വളർന്ന് വലുതായി കഴിയുമ്പോൾ ഈ കുഞ്ഞ് ഏതെങ്കിലും തരത്തിൽ അധികാരത്തോട്, അവൾ ഈ ഇരയാക്കുന്ന പൊസിഷനിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ അവൾ ആദ്യം എടുത്തണിയുന്ന കുപ്പായം പുതിയ ഇരകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. വയലൻസ്, അധികാരം, അതിൻ്റെ ക്രൂരതകൾ, അതിൻ്റെ വന്യതകൾ, അതിൽ അഭിരമിക്കാൻ മാനസികമായിട്ട് അവരെ നിർബന്ധിതരാക്കും എന്നുള്ളതാണ്. 2, ഇവരുടെ ഉള്ളിൽ എപ്പോഴും മുറിവേറ്റൊരു കുഞ്ഞുണ്ടാകും എന്നുള്ളതാണ്. ആ മുറിവിലേക്ക് അവർ മടങ്ങിപ്പോകും. ആ മുറിവിൽ നിന്ന് അവർ നിസ്സഹായത അനുഭവിക്കും. ആ മുറിവിന് ഭൂതകാലത്തിൽ തിരിച്ചു മറുപടി നൽകാൻ, തിരിച്ചു പരിഹരിക്കാൻ കഴിയാത്ത ആ മുറിവ് അവർ തുറന്നു വെച്ച് വർത്തമാനകാലത്ത് ആ മുറിവിനവർ പകരം ചോദിക്കും എന്നുള്ളതാണ്. പക വിട്ടു എന്നുള്ളതാണ്. അവരുടെ പക ഒടുങ്ങുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ അന്ന് അനുഭവിക്കേണ്ടി വന്ന ഇരയെ അവർ ജീവിതത്തിൽ ഉടനീളം സൃഷ്ടിക്കും എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ വെറുതെ ശ്രദ്ധിച്ചാൽ മതി, വളരെ വയലൻ്റായി പെരുമാറുന്ന, ബഹളം കൂട്ടുന്ന, ഒന്ന് പറഞ്ഞാൽ 2 ആളുകളെ തല്ലുന്ന ആളുകളെ നിങ്ങൾ അവരുടെ ഭൂതകാലം പരിശോധിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അവർ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു നിസ്സഹായമായ ഘട്ടത്തിൽ ഇതിനെല്ലാം ഇരയാക്കപ്പെടുകയും ഇതിനോടൊന്നും പ്രതികരിക്കാൻ കഴിയാതെ നിസ്സഹായതയോടെ ജീവിതാനുഭവങ്ങളെ സ്വീകരിക്കാൻ വിധിക്കപ്പെട്ട ആളുകളുമായിരിക്കും. അവർ വീണ്ടും വീണ്ടും ജീവിക്കും ഈ പഴയ അതേ മുറിവിൽ, അതിൻ്റെ പകയിൽ, അതിൻ്റെ വന്യതയിൽ, അതിൻ്റെ അധികാരരാഹിത്യത്തിൽ ഒക്കെ വീണ്ടും ജീവിക്കും എന്നുള്ളതാണ്. ആ സിനിമയിലെ നമ്മൾ നേരത്തെ പറഞ്ഞ സൈക്കോ സിനിമയിലെ ടീച്ചറും അവരുടെ കുട്ടിക്കാലത്ത് ഇതേ ക്രൂരമായിട്ടുള്ള വയലൻസിന് വിധേയമാക്കപ്പെട്ട ആളാണ്. ഇന്റർ ജനറേഷണൽ ട്രാൻസ്ഫർ ഓഫ് വയലൻസ് എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. ഇങ്ങനെ വയലൻസ് ഇങ്ങനെ മനുഷ്യരാശിയിൽ നിന്ന് തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ, പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, അപ്പൂപ്പനെ കൊന്നൊരു കുട്ടിയെ വെള്ളപൂശുകയല്ല, അപ്പൂപ്പനെ കൊന്ന ക്രിമിനൽ മൈൻഡ് നല്ലതാണെന്ന് പറയുകയല്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ ആകാൻ ഉതകുന്ന സാമൂഹിക ജീവിത കുടുംബ സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അത് നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതല്ല, കുഞ്ഞുങ്ങളെ മെച്ചപ്പെട്ട മനുഷ്യരായി സ്നേഹവും പരിലാളനയും ശ്രദ്ധയും അംഗീകാരവും ബഹുമാനവും കിട്ടുന്ന കുഞ്ഞുങ്ങളായി വളർത്താനുള്ള സാമൂഹിക ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യത നമുക്ക് ഉണ്ട് എന്നുള്ള ഓർമ്മ നമ്മുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കാൻ ഈ 13 വയസ്സുകാരിക്ക് കഴിയും. അവള്
അപ്പൂപ്പനെ കൊന്നാലും എത്ര വർഷം കഴിഞ്ഞാലും അവളുടെ ഉള്ളിൽ ഈ അമ്മ ഉപേക്ഷിച്ചു പോയ, വീട്ടിൽ നിന്ന് നിരന്തരം ആഹാരം കൊടുക്കാതിരുന്ന, ഒളിച്ചോടിപ്പോകാൻ നിർബന്ധിതയാക്കപ്പെട്ട, മെച്ചപ്പെട്ട സാമൂഹിക ബന്ധങ്ങളില്ല. അവൾ ഡിജിറ്റൽ സിറ്റിസൺ ആണ്. പുതിയ തലമുറയിലെ ജെൻസിയിൽപ്പെട്ട ആദ്യത്തെ ഡിജിറ്റൽ സിറ്റിസൺസിൽപ്പെട്ട ആളുകളാണ്. അവരുടെ ബന്ധങ്ങളെല്ലാം ഡിജിറ്റൽ ബന്ധങ്ങളായിരിക്കും ചിലപ്പോൾ. അതിന് പുറത്തുള്ള മെച്ചപ്പെട്ട ആരോഗ്യകരമായ സാമൂഹിക ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് മനുഷ്യർക്ക് പലപ്പോഴും ഇത്തരം അനിശ്ചിതാവസ്ഥയിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റുക. നമ്മുടെ നേരത്തെ പറഞ്ഞ സിനിമയിലെ വില്ല് തിരിച്ചു വരുന്നുണ്ട്. മെച്ചപ്പെട്ടൊരു സാമൂഹിക ബന്ധം ഉണ്ടാകുമ്പോൾ തിരിച്ചു വരാൻ പോലും അവസരമില്ലാതെ, പകയുള്ള ശരീരഭാഷയോടെ ഇടപെടുന്ന മനുഷ്യരെ എല്ലാം ഭയന്ന്, വില്ലിൻ്റെ ഒരു ഭയങ്കര നമ്മൾ സ്ട്രൈക്ക് ചെയ്യേണ്ടുന്ന ഒരു അനുഭവമുണ്ട്. ഈ വില്ല് മനുഷ്യർ അവനോട് സ്നേഹത്തോടെ ഇടപെടുമ്പോൾ അവൻ ഭയക്കും. ഏത് നിമിഷം വേണമെങ്കിലും അവരെന്നെ ഉപേക്ഷിച്ച് പോവാം, ഏത് നിമിഷം വേണമെങ്കിലും അവരെന്നെ പറ്റിക്കാം, ഏത് നിമിഷം വേണമെങ്കിലും അവരെന്നെ ചതിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. കുട്ടിക്കാലത്ത് ഏൽക്കുന്ന ചതി, ക്ഷതം, കുട്ടിക്കാലത്ത് ഏൽക്കുന്ന ഉപേക്ഷിക്കൽ, അബാൻഡനിങ് എന്ന് പറയാം, അതുപോലെ മനുഷ്യരെ വേദനിപ്പിക്കുന്നൊന്നുമില്ല. ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത് പോലെ വേദനിപ്പിക്കുന്നൊന്നുമില്ല. അത് താൻ 10-30 വയസ്സായി മുതിർന്നൊരു പുരുഷനായി വീശക്കാരനായിട്ടും തന്നെ ഇടപെടുന്ന, സ്നേഹിക്കുന്ന മനുഷ്യർ ഉപേക്ഷിക്കുമെന്നുള്ള ഭയന്ന് സ്നേഹിക്കുന്ന ഒരാളുടെ മാനസിക വ്യതയെ നിർമ്മിക്കുന്നത് അവൻ്റെ കുട്ടിക്കാലമാണ് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. അത് മറക്കാതിരിക്കാനുള്ള സാംസ്കാരിക ബാധ്യത നമുക്കുണ്ട് എന്നുള്ളതാണ്.